ഹായ് അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമിസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹമൂർ മസാലയാണ്. ഫസ്റ്റ് നമുക്ക് ഹമൂർ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് ഗാർലിക്ക്, ഒരു വലിയ കഷ്ണം ജിഞ്ചർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കറി ലീവ്സ്, ഇതെല്ലാം കൂടി ഫസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഹമൂർ ഫിഷ് 1 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലെമൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാല. ഇതിലേക്ക് ലെമൺ കൂടി സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇനി 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഫിഷിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാനായിട്ട് 6 സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കുക, 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുക്കുക, അതുപോലെ 2 പച്ചമുളകാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് കറി ലീവ്സ്, പിന്നെ 1 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക്. ഇപ്പോൾ ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി ഒരു 5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫിഷ് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതിയാകും. ഇപ്പോൾ ഞാൻ ഫിഷ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ഓണിയൻ വഴറ്റാനായിട്ടിടാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം.
ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വാടി കഴിയുമ്പോഴേക്കും നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി നന്നായി മൂത്ത് വരുമ്പോഴേക്കും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫിഷ് ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹമൂർ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഹമൂർ മസാല. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.